ഞങ്ങൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളായാലും നമസ്കാരം. അതെ, ഇന്ന് നമ്മൾ എങ്ങോട്ട് പോവാ? ഇന്ന് നമ്മൾ മോർണിംഗ് ടൈം, അതായത് ചുമ്മാ പിള്ളേർക്ക് സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നേരെ നമുക്ക് അല്ലേ മോർണിംഗിലോട്ട് യാത്രയാണ്. നമ്മൾ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷേ എങ്കിലും തൊട്ടടുത്തുള്ള ഒരു 10-120 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുടെ അക്കോമഡേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ. നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ ജിജോ ഉണ്ട്, നമ്മുടെ ജിജോയുടെ അളിയൻ ബിബിൻ ഉണ്ട് അല്ലേ. നമ്മൾ 3 ഫാമിലി ഒന്നിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിജോയെ എല്ലാം എടുത്ത് വെച്ചല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ. ഫുഡ് ഇന്ന് നമ്മുടെ കമ്മിറ്റി ബെല്ലയുടെ ഫുഡാണ്. ബെല്ലയോട് ചോദിച്ചു നോക്കാം, അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്നാ ഉച്ചക്ക് എന്നാ സംഭവം എന്നുള്ളത് അല്ലേ. ആഹാ, ഇതന്നെ ബെല്ല ഇതന്നെ ആരും കണ്ണ് കെട്ടായിരിക്കാൻ വേണ്ടിയാണ്, കണ്ണ് കെട്ടായിരിക്കാൻ വേണ്ടി കെട്ടി കൊടുക്കുന്നതല്ലേ. ഇത് രണ്ടുപേരും വേണം ഇടണമെങ്കിൽ. എനിക്ക് ഒത്തിരി 1-2 സാധനമുണ്ട്. 1-2 പേർ ഉണ്ടെങ്കിൽ ഏതായാലും നിങ്ങള് നമ്മുടെ മോർണിംഗിനാണല്ലോ ഇന്ന് പോകുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ ജിജോനെ നമ്മുടെ അതാണ് കുറഞ്ഞതിനാണ് ടേസ്റ്റ് കൂടുതൽ. അതിന്റെ വിഷയം അറിയോ, ഈ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ശകലമാണെങ്കിൽ നല്ല ടേസ്റ്റോട് കഴിക്കാം. അതൊരു ഇതല്ലേ. അപ്പൊ എന്നാ ബെല്ലയുടെ മെനു തന്നെ സംഭവം? നെയ്ച്ചോറും ചിക്കൻ കറി അടിപൊളി. നീ എവിടെ പോവാ? നീ ഡാൻസ് കളിച്ചേ. അവൾ ഡാൻസ് കളിക്കാൻ അനു പോയാലോ? റെഡിയാല്ലേ? ഇന്ന് നമ്മുടെ കുക്കിനെ സസ്പെൻഡ് ചെയ്തു നമ്മുടെ ജിജോ. ഇന്ന് നമ്മുടെ ബെല്ല ബീവിന്റെ നെയ്ച്ചോറാണ്. അതിൻ്റെ ഓർമ്മ എടുത്ത് എന്നാ നമുക്ക് എല്ലാവർക്കും വിട്ടാലോ? ഓക്കെ, ഇവിടുന്ന് ഒരു 110-15 കിലോമീറ്റർ ഉള്ളൂ. അത് നല്ല രസമുള്ള സ്ഥലം. നമുക്കൊന്ന് വിട്ടാം. ഓക്കെ. കുറച്ച് നേരത്തെ ഓടുന്ന ശേഷം നമ്മൾ മോർണിംഗിലെ ആർദർ സീറ്റ് വന്നേക്കാണ്. ഇവിടെ വരുന്നവർ മെൽബണിലുള്ള ഓസ്ട്രേലിയ എല്ലാവർക്കും ഇവിടെ അറിയാം. പക്ഷേ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ഗാർഡൻ ഉണ്ട് അപ്പുറത്ത്. ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നേരെ നമുക്ക് മോർണിംഗ്ടൺ പെൻസോല ആ സ്ഥലം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അത് താഴോട്ട് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട്. ഇവന് ആദ്യമായിട്ടാണല്ലോ ഇവിടെ അല്ലേ? നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ് ഇത്. നിങ്ങളുടെ അതായത് താമരശ്ശേരി നിങ്ങളുടെ അവിടുത്തെ ചുരമല്ല നിങ്ങളുടെ വീടിന്റെ അവിടുത്തെ? അല്ല, അത് വേറെ ചുരം. പക്ഷെ എന്നാൽ അതുകൊണ്ടൊക്കെ തന്നെ അതെ. നമുക്കെല്ലാം ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോകാം. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതാകുമ്പോൾ ഇവിടെ നിർത്താനായിട്ടേ നല്ലതല്ലേ. എന്നാൽ നമുക്ക് പതുക്കെ പോയാലോ? എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് മുകളിലോട്ട് ചെന്നാലോ? ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയോ? ഇത് തരിക പാർക്കാണേ. നല്ല ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ തിരക്കുമില്ല. അപ്പം നമുക്ക് അകത്തോട്ട് ഒരു ടിക്കറ്റ് എടുക്കാം. ഓക്കെ അല്ലേ? അതിന് നമ്മളിവിടെ വന്നിട്ടുള്ളല്ലോ, ഓർക്കുന്നില്ലേ? നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. പക്ഷേ തൊട്ടടുത്ത് വരാൻ പറ്റിയൊരു സ്ഥലമാണ് അല്ലേ? നല്ല സ്ഥലമല്ലേ? ബിബിനെ അല്ലെ ജാക്കറ്റ് വല്ലതും എടുക്കുന്നു? ആർദർ സീറ്റിന്റെ ഓർമ്മയ്ക്ക് പൈസ കൂടുതല. അതെ, കുറച്ച് ഗിഫ്റ്റ് ഐറ്റം സുവനീറൊക്കെ ഉണ്ടാവും. നമുക്കെന്നാ അതിനകത്ത് കയറിയാലോ? കയറി താഴെയായിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു കയറുക. നമ്മൾ വിത്ത് റിട്ടേണ വല്ല ടിക്കറ്റ് എടുത്തല്ലോ അല്ലേ? എന്നാൽ കയറിയാലോ? അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറുകയാണ്. പക്ഷേ ഇവിടുന്നേ ഇതേ നമ്മൾ കയറിയിട്ടേ ഇവിടുന്ന് ആ വ്യൂ ആണ് അതിന്റെ ഏറ്റവും മണ്ടയ്ക്ക് താഴോട്ടുള്ള ആ വ്യൂ അല്ലേ? അതൊരു ഭയങ്കര 1-1.5 വ്യൂ ആ. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് സംഭവം. ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്തോ ഒരു സ്റ്റക്കായി പോണ കുറച്ച് സ്ഥാനത്തേക്ക് കയറിയിട്ട് ആൾക്കാർ. അത് എവിടെയാ? മൂന്നാർ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു. മൂന്നാറിൽ ഇത്ര ഇങ്ങനെ കേബിൾ കാറോ ഇത്രയും ഇല്ല, പക്ഷെ എന്തോ ചെറിയ സെറ്റപ്പ് ഉണ്ട് അവിടെ. ഭയങ്കര രസമാണ്. പക്ഷെ ഇവിടെ താഴോട്ട് നോക്കിയാൽ വന്ന ബ്യൂട്ടി അല്ലേ?
ഭയങ്കര രസമുണ്ട് ആ ഇതൊക്കെ കാണാനായിട്ട്. ജോമനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നിപ്പോ ചെറിയൊരു ഫോഗി കണ്ടീഷൻ, അല്ലെങ്കിൽ ആ കളറിന്റെ പോട്ടെ, ഈ കടലിന്റെ കളറൊക്കെ മാറിയട്ടെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ താഴെ ഇല്ലേ, ഈ താഴത്തെ വഴി കൂടെ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരാം ഞങ്ങൾ മണ്ടേന്ന്. അതും ഭയങ്കര രസമാണ്. ഇതിനകത്ത് കങ്കാരും വൊമ്പാറ്റും വാലാബീസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ റോഡ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഭയങ്കര രസം അല്ലേ? വണ്ടി വളഞ്ഞ്, നമ്മുടെ വണ്ടി മുമ്പേ വേണം കയറി വന്നേ. ഇങ്ങനെ നമ്മുടെ മൂന്നാറിൽ കൂടെ ചുരമൊക്കെ കയറി പോകില്ല, നമ്മുടെ താമരശ്ശേരി ചുരം, അതുപോണക്കുള്ള റോഡാണ്, രസമാണ്. നമ്മൾ അർദ്ധ സീറ്റ് എങ്ങനെ അടിപൊളിയാണ് അല്ലേ? നല്ല വ്യൂ അല്ലേ? എന്താ ഇച്ചിരി ഒരു ക്ലൗഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ അല്ലെങ്കിൽ കളറിൻ്റെ ഈ കടലിൻ്റെ കളറൊക്കെ മാറി നല്ല നല്ല രസമായിരുന്നു തന്നെ. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇപ്പം ഇനി ഇതാണ് ഒരു അടുത്തൊരു പ്രതീക്ഷ നമ്മുടെ അടിപൊളി ഇതിനുണ്ടാക്കിയ വെല്ലം ഉണ്ടാക്കിയ നമ്മള് മാനസിക സഹായം ചെയ്യുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു. എന്നാ കഴിച്ചാലോ? ഓക്കെ. ഇവന് അടിപൊളി സംഭവം കേട്ടോ. നല്ല നെയ്ച്ചോറും ഒന്നാമത്തെ ചിക്കൻ കറി. ആർക്കാ പുട്ട് കഴിക്കുന്നവർ? ഇവൻ എവിടെ പോയാലും പുട്ടാണോ? അതാണ് നമ്മുടെ ജോപ്പന് പുട്ട് മാത്രം, അവന് മാത്രം പുട്ട്, ബാക്കിയുള്ള എല്ലാവർക്കും നെയ്ച്ചോറ്. കാരണം അവന് പുട്ടിന്റെ ആളാണ്, അവൻ പുട്ട്. അവന് പുട്ട്, സിഗ്മായ്ക്ക് പുട്ട്. 1-2 പേർക്ക് പുട്ടുണ്ട്. എവിടെ ചെന്നാലും പുട്ടുകുറ്റുമായിട്ട് പോകണം. അല്ല, ഒന്നാന്തരം അടിപൊളി. ഇവനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അക്കോമഡേഷൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ഭാഗത്തായിട്ട് വരും, മൗണ്ട് മാർത്ത അവിടെ ഏകദേശം ഒരു 10 മണി. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ ലുക്ക് ഔട്ട് പോയിന്റ് നിർത്തി. അല്ല, എന്തൊരു മനോഹരം അല്ലേ, ബ്യൂട്ടിയാണ്. വെല്ലം ഇറങ്ങുന്നില്ലേ? ഇറങ്ങി വാ, നല്ല രസമാണ്, ഭയങ്കര അല്ലേ. ഈ ഇപ്പോഴുണ്ടല്ലോ ഈ ഒരു ചെറിയ ക്ലൗഡി അല്ലേ, അതുകൊണ്ട് അല്ലെങ്കിലുണ്ടോ ഈ സൂര്യൻ ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ ബീച്ചിന്റെ കളറെല്ലാം മാറി നല്ല നീല പച്ച എല്ലാം കൂടി വന്നേനെ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ലേക്ക് എൻട്രൻസിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നു? അതെ അതെ, ഏതായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കൗട്ട്. അതിൻ്റെ പേര് പ്രേസ് ലുക്കൗട്ട്. സൂപ്പർ സംഭവം, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ബ്യൂട്ടിയാണ്. താഴെയൊക്കെ ഇരിക്കുന്ന നല്ല രസം. ഇതുവഴിയൊക്കെ നമുക്ക് ഈ ഹൈക്കിങ് ചെയ്യാം, ട്രക്കിങ് ഒക്കെ ചെയ്യാം. ചെറിയ വഴികളുണ്ട് കേട്ടോ പിന്നെ ഇതുവഴി. ഇതിൻ്റെ ഇടവഴിയൊക്കെ നമ്മൾ മുമ്പേ ഗാർഡൻ ഇല്ലേ, അവിടെയൊക്കെ നല്ല വഴികൾ, അതുവഴിയൊക്കെ ട്രക്ക് ചെയ്യാൻ നമുക്ക് പോവാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതെ, നമ്മളെ വീടിൻ്റെ അവിടെ വന്നേക്കാണ്. നമ്മുടെ വീടിൻ്റെ അകമെല്ലാം കാണാം. നമ്മളിതാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ മോർണിംഗ്ടൺ, അതായത് നമ്മുടെ അർദർ സീറ്റിൻ്റെ അവിടെ തൊട്ട് ഏകദേശം 5-8 കിലോമീറ്റർ ഉള്ളൂ. ബിവനെ എങ്ങനെ ഉണ്ടാകും? ബിവനെ അക്കോമഡേഷൻ അടിപൊളിയല്ലേ? വിജയ പറയായിരുന്നു നമുക്ക് വേണമെങ്കിലേ വില മേടിക്കാതെ. ഇപ്പം നിൽക്കുന്നതിൻ്റെ ഇവിടെ നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം അല്ലേ, ഒരു ബെഡ്റൂം അല്ലേ, അവിടെ അകത്തേലും വേണം ഒരാൾക്ക് കിടക്കാം അല്ലേ. അത് ടൗലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അല്ല, സൂപ്പർ ഒരു ബെഡ്റൂം അല്ലേ, എല്ലാ സംഭവമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടിപ്പുറത്തൊരു സ്റ്റഡി ഉണ്ട് അല്ലേ, നല്ലൊരു സ്റ്റഡി റൂം ഉണ്ട്. അല്ല, പിന്നെ ജിമ്മുണ്ട്, അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ജിമ്മ്, ചെറിയൊരു ഫ്രിഡ്ജ്, നല്ലൊരു ഗരാജ് അല്ലേ. ജിമ്മ്, ചെറിയ ജിമ്മിന്റെ എക്യുപ്മെന്റ്സ്, ഗാരേജ്. പക്ഷെ അവർ ഇങ്ങനെയായിട്ട് ഉപയോഗിച്ചേക്കുന്നതാ, ഒരു Airbnb അല്ലേ, അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. കൊള്ളാം. ഇനി നമുക്ക് കിച്ചൺ അങ്ങോട്ട് പോകാം. ഇത് കിച്ചൺ
കിച്ചൻ്റെ ഇവിടെ നല്ല മനോഹരമായ കിച്ചൺ അല്ലേ ഇതോ അല്ലേ പിന്നെ കാശുണ്ടെ മേടിച്ചേക്കായിരുന്നല്ലേ ബീച്ച് നമുക്ക് എയർബിഎൻബി കൊടുക്കായിരുന്നു നല്ല സൂപ്പർ നല്ല കിച്ചണ് എല്ലാം പുതിയ എനിക്ക് തോന്നുന്നു ഞാൻ അവരോട് മെസ്സേജ് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മൾ രണ്ടാമത്തെ ഗസ്റ്റാണ് നമ്മൾ രണ്ടാമത്തെ ഗസ്റ്റാണ് പുതിയതാ കഴിഞ്ഞ ദിവസം ഒരാളുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ ഗസ്റ്റ് ഇതല്ലേ ഇവിടുത്തെ ലോഞ്ചും കാര്യങ്ങളും എല്ലാം വലിയ ടി വി എല്ലാം ഉണ്ട് ഏറ്റവും നല്ലത് ഔട്ട്സൈഡിലാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ കാണിക്കാം അതിൽ മുകളിലോട്ടൊന്ന് കയറിയാലോ ഫ്രിഡ്ജിനകത്ത് വല്ലതും ഉണ്ടോ പാലൊക്കെ ഉണ്ടല്ലേ പുള്ളി കയറി കഴിഞ്ഞാൽ ഇതൊരു ലോഞ്ച് അല്ലേ ചെറിയൊരു ലിവിങ് റൂം ഇവിടെ ഉണ്ട് ചെറിയൊരു ലിവിങ് റൂമേ പിന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ വെടിക്കെട്ട് നല്ല വെളിയിൽ നല്ല ബാൽക്കണിയാണ് സൂപ്പർ അല്ലേ ഒരു ബാൽക്കണി നമുക്കിത് ഭക്ഷണം കഴിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം വളരെ മനോഹരം അല്ലേ രാത്രി ചെറിയൊരു ബീച്ച് വ്യൂ കിട്ടുമല്ലോ ബീച്ച് വ്യൂ അവിടെ ഉണ്ട് നല്ല കിടക്കണം എനിക്ക് നിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ് നല്ല ബീച്ച് വ്യൂ ഉണ്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ ബീച്ചിൽ നിന്നാണ് പറഞ്ഞു നല്ല നെയ്ബർഹുഡാണ് വലിയ ശല്യങ്ങളൊന്നുമില്ല കാരണം എല്ലാം ഇച്ചിരി അപ്പുറത്ത് മാറിയ വീടുകളാണ് അല്ലേ നല്ല കിടിലം വ്യൂ നമുക്ക് ബീച്ച് അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബെഡ്റൂമുണ്ട് അതും ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ബെഡ്റൂം ഇതും നല്ല ബെഡ്റൂം അല്ലേ ഇത് എനിക്കൊന്ന് കിങ് ആണെന്ന് തോന്നുന്നു കിങ് ബെഡാണ് ഇത്തരം ടി വി ഒക്കെ ഉണ്ട് കേട്ടോ കിങ് ആണോ ക്യൂനാണോ ആണോ അപ്പോൾ ഇവിടെ ഒരു AC TV എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ അക്കോമഡേഷനാണ് തൊട്ടിപ്പുറത്ത് നല്ലൊരു 5 ബെഡ്റൂമാണ് ഇത് ടോട്ടൽ ഇതും വേറൊരു ബെഡ്റൂം അതിനോട് അറ്റാച്ച് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് 4ാമത്തെ ബെഡ്റൂം അല്ലേ ഇത് 4ാമത് ഇത് നല്ല നീറ്റ് ഇത് നമ്മൾ 2ാമത്തെ ഗസ്റ്റാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ഗസ്റ്റ് എല്ലാം പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് നല്ല കിടുക്കൻ ബെഡ്റൂം ഇവിടെ ഉണ്ട് നല്ല കിടുക്കൻ ബെഡ്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം അവിടെയും കൂടെ ഒന്ന് പോയാൽ അതല്ലേ പിന്നെ ലാസ്റ്റ് ബെഡ്റൂം ഇതല്ലേ ലാസ്റ്റ് ബെഡ്റൂം കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം അടിപൊളി നല്ല കിടുക്കൻ സംഭവം കേട്ടോ ഏതായാലും ഒന്നും പറയാനില്ല അല്ലേ 5 ബെഡ്റൂമും ഇഷ്ടംപോലെ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് വല്ല ഇറങ്ങുന്നോ ചാടുന്നോ ഇതിന് ഇല്ല നമ്മളുണ്ടല്ലോ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനായിട്ട് ഇതായിക്കോളും ആദ്യത്തെ ഇറങ്ങുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല സുഖമാണ് അല്ലേ പിള്ളേരെല്ലാം ഇറങ്ങിയത് പിള്ളേരെല്ലാം സ്വിമ്മിംഗ് പൂളിൽ ഇവർക്ക് വേണ്ടിയാണ് സ്വിമ്മിംഗ് പൂളുള്ള വീട് എടുത്തത് ഏതായാലും നല്ല കിടുക്കലൊരു അക്കോമഡേഷൻ അല്ലേ നല്ല അടിപൊളി നല്ല നീറ്റ് ക്ലീൻ നമ്മൾ 2ാമത്തെ ഗസ്റ്റാണ് എന്നാ നിങ്ങളുടെ പരിപാടി എന്നാ ചെയ്യാ പൂളിൻ്റെ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ടൈം എടുക്കും ഇച്ചിരി ഹോട്ടാവും അതെ ചിലപ്പോൾ തണുക്കുമായിരിക്കും അതെ കുഴപ്പമൊന്നുമില്ല ഏതായാലും അല്ലേ കിടു സ്ഥലം അല്ലേ ചേട്ടാ ഇജു ചിലപ്പോൾ ഇതിന് അഡ്വാൻസ് കൊടുത്തിട്ടേ പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ഇഷ്ടപ്പെട്ട ലോട്ടറി അടിക്കുകയാണല്ലേ ഞങ്ങൾ വീട്ടിൽ കയറി സ്മൂത്തായിട്ട് ചെക്കിനൊക്കെ ചെയ്തു പൂളിലൊക്കെ പിള്ളേരൊക്കെ ചാടി ഇനിയിപ്പം വൈകിട്ട് ഏകദേശം ഇവിടെ ഇപ്പം 7 മണിയായി ഇപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നൈറ്റ് നമ്മൾ കിടക്കാൻ മതി അപ്പോൾ അതുകൊണ്ട് ഇനി കുക്ക് ചെയ്തൊക്കെ സമയം പോകും അതുകൊണ്ട് തൊട്ടടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വേറെ കുറച്ച് റെസ്റ്റോറൻറ്റൊക്കെ ഏതെങ്കിലും നല്ല സാധനം അവിടെ ചെന്നിട്ട് മേടിച്ചുകൊണ്ട് വേണം വരാൻ എന്നാ വിപിനും പറയില്ലേ നമുക്ക് എന്തായാലും മേടിച്ചാലോ എന്നാ നമ്മളെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഇതെല്ലാം കൂട്ടിയല്ല അല്ലേ മൗണ്ട് മാർത്ത ഇവിടെ 2.5 കിലോ 3 കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ നമ്മൾ മൗണ്ട് മാർത്തായി പോയി അല്ലേ അവിടുത്തെ സിറ്റി സെൻറ്ററിൽ പോയി ഇച്ചിരി നല്ല ഇന്ത്യൻ അത് കാണിച്ചതിന് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി ഇച്ചിരി സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ട സംഭവങ്ങളെല്ലാം വെള്ളം കുടിക്കാനുള്ള എല്ലാ സോഡ എല്ലാം ഉണ്ട് അപ്പോൾ അകത്തോട്ട് കയറിയാലോ നമ്മൾ ഫുഡെല്ലാം കഴിക്കുകയാണ് ഇതെന്നാ ബട്ടർ ചിക്കൻ നാണു അല്ലേ എങ്ങനെയുണ്ട് വല്ല അടിപൊളിയാണോ നല്ലതാണോ കുഴപ്പമില്ലല്ലേ ഓക്കെ അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ടർ ചിക്കനും ഓക്കെ ഇനി നമ്മൾ അത് കഴിക്കണം അപ്പം എല്ലാം തകർത്ത ഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ എടി അവർക്ക് ഇഷ്ടപ്പെട്ടോ നിൽക്കരുത് ഇവർക്ക് ഇഷ്ടപ്പെട്ടോ നിൽക്കരുത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇടി നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല അവർക്ക് പക്ഷെ അവൾ കഴിക്കുന്നുണ്ട് വൃത്തിയായിട്ട് അതെ നിനക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അടിപൊളിയല്ലേ നീ എൻജോയ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നമ്മുടെ സീറ്റിൻ്റെ മണ്ടേ കയറി ചുമ്മാ അതുവഴി എല്ലാം കറങ്ങി നമ്മളിത് ഇവിടെ വീട്ടിൽ വന്നു അക്കോമഡേഷനൊക്കെ ചെറുതായിട്ട് കണ്ടു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം